നമസ്കാരം, KMCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സ്വർണ്ണധ്വജ പ്രതിഷ്ഠ നടന്നു. 2 വർഷത്തെ പരിശ്രമം യാഥാർത്ഥ്യമായ സന്തോഷത്തിൽ കരപ്പുറം. ചേർത്തലയിൽ ലോറി മറിഞ്ഞ അപകടം. മുന്നറിയിപ്പുകളില്ലാതെ സ്ഥാപിച്ചിരുന്ന ഹമ്പാണ് അപകടമുണ്ടാക്കിയതെന്ന് ലോറി ഡ്രൈവർ. അപ്പത്താലമുയർത്തിയ ആദിത്യദേവന്റെ അനുഗ്രഹം തേടി ഭക്തസഹസ്രങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിലെ ആദിത്യ പൂജാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. കാർഷിക മേഖലയ്ക്ക് നിരവധി മാതൃകകൾ കാട്ടിക്കൊടുത്ത പഞ്ചായത്താണ് കഞ്ഞിക്കുഴി എന്ന് മന്ത്രി പി പ്രസാദ്. തരിശുനിലങ്ങൾ കൃഷിയിടങ്ങളാക്കാൻ മാതൃകാ മുന്നേറ്റവുമായി പഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സ്വർണ്ണധ്വജ പ്രതിഷ്ഠ നടന്നു. ചടങ്ങുകളിൽ പങ്കെടുത്ത ഭക്തസഹസ്രങ്ങൾ. 2 വർഷം നീണ്ട പരിശ്രമം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് കരപ്പുറം. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തിരുവിഴ മഹാദേവ സന്നിധിയിൽ പുതിയ സ്വർണ്ണധ്വജം ഉയർന്നു. ഏപ്രിൽ 16 ആരംഭിച്ച സ്വർണ്ണധ്വജ പ്രതിഷ്ഠാ മഹോത്സവത്തിന് മാറ്റുകൂട്ടിക്കൊണ്ടാണ് ക്ഷേത്രമുറ്റത്ത് പുതിയ കൊടിമരം പ്രതിഷ്ഠിച്ചത്. രാവിലെ 7:33 9:36 മധ്യയുള്ള ഇടവം രാശി മുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ കർമ്മങ്ങൾ. ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾ നൂറുകണക്കിന് ഭക്തരാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ശേഷം പ്രാണാന്യാസ്യം, പീഠപ്രതിഷ്ഠ തുടങ്ങിയ വിശേഷാൽ പൂജകളും നടന്നു. ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപം ലോറി മറിഞ്ഞ അപകടം. കുട്ടനാട്ടിൽ നിന്ന് കാലടിയിലേക്ക് നെല്ലുമായി പോയ ലോറിയാണ് മറിഞ്ഞത്. മുന്നറിയിപ്പുകൾ ഇല്ലാതെ ഹമ്പ് സ്ഥാപിച്ചിരുന്നതിനാലാണ് അപകടമുണ്ടായതെന്ന് ലോറി ഡ്രൈവർ ആരോപിച്ചു. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. റോഡിൽ യാതൊരു മുന്നറിയിപ്പും അടയാളങ്ങളും ഇല്ലാതെ സ്ഥാപിച്ചിരുന്ന ഹമ്പാണ് അപകടത്തിന് പ്രധാന കാരണമായതെന്ന് ലോറി ഡ്രൈവർ പറയുന്നു. അത് ഇന്നലെ രാത്രി 10 മണിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ അമ്പിനകത്ത് വണ്ടി ചാടിയപ്പോൾ വണ്ടി അങ്ങ് പൊങ്ങി. അവിടെ ഈ അമ്പിനകത്ത് ഒരു പെയിൻറ്റും ഒന്നും ഇല്ലായിരുന്നു. ഓടി വന്ന വണ്ടി പെട്ടെന്ന് അടുത്ത് വന്നിട്ടാണ് ഈ പമ്പ് കാണുന്നത്. പമ്പ് കാണപ്പോൾ ഞാൻ പിന്നെ ചവിട്ടിയപ്പോൾ വണ്ടി ഒന്ന് ചാടിച്ചപ്പോൾ വണ്ടി അങ്ങ് എടുത്ത് വണ്ടി ഒന്ന് വലത്തെ സൈഡ് അങ്ങ് പൊങ്ങിയിട്ട് വണ്ടി അങ്ങ് ചരിയാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ പേടിച്ച് ഞാൻ ഇങ്ങോട്ട് വെട്ടിച്ച് കയറ്റിയപ്പോൾ അത് അവിടെ മറിയാനുള്ളത് ഇവിടെ അങ്ങ് മറിഞ്ഞു. വണ്ടിക്കകത്ത് നെല്ലായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് കയറ്റി വന്ന കാലടിക്ക്. ഹമ്പ് പെയിന്റോ മറ്റു മുന്നറിയിപ്പുകളോ ഇല്ലാതെ സ്ഥാപിച്ചിരുന്നതിനാൽ അടുത്തെത്തിയപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും അതോടെ അടിയന്തരമായി ബ്രേക്ക് പിടിക്കേണ്ടി വന്നതായും ഡ്രൈവർ പറഞ്ഞു. വാഹനം മറിയാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും ലോറി മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപ്പത്താലമുയർത്തി ആദിത്യദേവന്റെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ. ചേർത്തലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ആദിത്യ പൂജാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രം. മേടമാസത്തിലെ 10ാം ദിവസമായ 10ാം ഉദയം സൂര്യാരാധനയ്ക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് 10ാം ഉദയ ദിനത്തെ വരവേറ്റത്. മേടച്ചൂടിനെയും അവഗണിച്ച് ഭക്തജനങ്ങൾ അപ്പത്താലമുയർത്തി സൂര്യദേവന്റെ അനുഗ്രഹം തേടി പൂജകളിൽ പങ്കെടുത്തു. ചേർത്തലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ 10ാം ഉദയത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ആചാരങ്ങളും നടന്നു. പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കഞ്ഞിക്കുഴിയിലെ കരപ്പാടങ്ങളിൽ നെൽകൃഷിക്ക് തുടക്കമായി. കാർഷിക മേഖലയ്ക്ക് നിരവധി മാതൃകകൾ കാട്ടിക്കൊടുത്ത പഞ്ചായത്താണ് കഞ്ഞിക്കുഴിയെന്ന് നെൽകൃഷിയുടെ വിത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി പ്രസാദ് പറഞ്ഞു.
കഞ്ഞിക്കുഴിയിൽ തരിശായി കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും കൃഷിക്ക് ഉപയുക്തമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ പാടങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നതെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ കരപ്പാടങ്ങളിൽ ആരംഭിക്കുന്ന നെൽകൃഷിയുടെ വിത ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധിയായ മാതൃകകൾ കാട്ടിക്കൊടുത്ത ഒരു പഞ്ചായത്താണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. ഈ ചൊരിമണലിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് അത്ഭുതകരമായ മുന്നേറ്റം നടത്തിയ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇന്ത്യയിലും ശ്രദ്ധിക്കപ്പെട്ട ഒരു പഞ്ചായത്തായി മാറി. ഇന്ന് കഞ്ഞിക്കുഴിയിലെ തരിശായി കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളും കൃഷിക്ക് ഉപയുക്തമാക്കി തീർക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുണ്ടേലറ്റ് പാടത്തിൽ ഇപ്പോൾ നെൽകൃഷിയിലേക്ക് നീങ്ങുന്നത്. തരിശ് കിടക്കുന്ന എല്ലാ ഇടങ്ങളും നവോത്ഥാൻ പദ്ധതിയോടുകൂടി ഭാഗമായിട്ട് ഒരു ത്രികക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാടങ്ങൾ എടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി സന്നദ്ധമാകുന്നു എന്നുള്ളതും അതിൽ പഞ്ചായത്ത് മുൻകൈ എടുത്തിരിക്കുന്നു എന്നുള്ളതും അങ്ങേയറ്റം അഭിനന്ദനാർഹമായ കാര്യമാണ്. പഞ്ചായത്ത് സൗജന്യമായി നൽകുന്ന പരമ്പരാഗത വിത്തിനമായ വിരിപ്പും മുണ്ടകനുമാണ് കൃഷിയിറക്കിയത്. 16-ാം വാർഡിൽ ഉത്തരപ്പള്ളി പുഷ്പജന്റെ കൃഷിയിടത്തിലാണ് നെൽവിത്തുകൾ വിതച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലജിത തിലകൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ആർ അശ്വിൻ, ജി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ച ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് 100 ഹെക്ടർ കൃഷിയിടത്തിൽ നെൽകൃഷി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കർഷകർക്ക് സൗജന്യമായി വിത്ത് വിതരണം ചെയ്തു. നെൽകൃഷിയിലേക്ക് വീണ്ടും തിരികെ നടക്കുകയാണ് ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത്. ഈ വർഷത്തെ പഞ്ചായത്ത് ബജറ്റിൽ തരിശുരഹിത പഞ്ചായത്ത് പദ്ധതിക്ക് മുൻഗണന നൽകിയാണ് 100 ഹെക്ടറോളം വരുന്ന തരിശുനിലം കൃഷിയോഗ്യമാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം വിത്ത് വിതരണം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനയ നിർവഹിച്ചു. പരമ്പരാഗത നെൽവിത്തായ വിരിപ്പിന് പുറമെ ഇനത്തിൽപ്പെട്ട വിത്തുകളാണ് ഇക്കുറി കൃഷിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. പഞ്ചായത്തിലെ 7 പാടശേഖര സമിതികളുടെ കീഴിൽ കർഷകരെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കൃഷി വ്യാപിപ്പിക്കുന്നത്. പൂർണ്ണമായും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതിക്കാണ് പഞ്ചായത്ത് പ്രോത്സാഹനം നൽകുന്നത്. കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രജിമോൾ ബിജു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു ആന്റണി, സുബിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ മേടമാസത്തിലെ വിഷു കഴിഞ്ഞിട്ടുള്ള 10ാമതെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ പ്രശാന്ത് പറഞ്ഞ പോലെ 10ാമതയത്തിന് നെല്ല് വിതച്ചു കഴിഞ്ഞാൽ 10ആഴത്തിൽ നെല്ല് കൊയ്യുക എന്ന് പറഞ്ഞ ആ ഒരു പഴമയുടെ ഇതിൽ തന്നെ നമ്മുടെ തരിശു നിലങ്ങൾ ഈ നാളെ അതായത് 10ാമതയത്തിന് നെല്ല് വിതറി ആ അടുത്ത കൊയ്ത്തിന് ആ 10ആഴം നിറച്ച് തന്നെ നെല്ല് ഇതാക്കാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. 10ാമതയം അതായത് കർഷകർ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 10ാമതയത്തിന് നെൽവിത്ത് വിതച്ചു കഴിഞ്ഞാൽ 10ആഴം നിറച്ച് നെല്ല് കിട്ടുന്ന ഒരു വിശ്വാസമുണ്ട്. അതിൻ്റെ ഭാഗമായി ചേർത്തലത്തൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പാടശേഖരങ്ങളിലും നാളെ മുതൽ നെൽവിത്ത് വിതച്ചു തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായി സൗജന്യമായി കർഷകർക്ക് ഈ വർഷത്തെ വിത്ത് വിതരണം ഇവിടെ ആരംഭിക്കുകയാണ്. വൈക്കം പോളശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ 10ാമുദയ മഹോത്സവം ഭക്തി നിർഭരമായി. വ്രതാനുഷ്ഠാനങ്ങളോടെ എത്തിയ 100 കണക്കിന് ഭക്തർ. തീവ്രമായ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് 100 കണക്കിന് ഭക്തർ ഈ പുണ്യകർമ്മത്തിൽ പങ്കുചേരാൻ എത്തിയത്. പൂജയ്ക്ക് ശേഷം ഭക്തർ നേർച്ചയായി അടിമ സമർപ്പണവും തുലാഭാരവും ഉൾപ്പെടെയുള്ള വഴിപാടുകൾ നടത്തി. പൊള്ളശ്ശേരി ക്ഷേത്രം തന്ത്രി പി വി സാലി, ക്ഷേത്രമേൽശാന്തി ആർ ഗിരീഷ്, വടക്കേക്കര മോഹനൻ ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ എൻ ടി സണ്ണി, സി എസ് നാരായണൻകുട്ടി തുടങ്ങിയവർ പൂജകൾക്കും അനുബന്ധ ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. വരും വർഷങ്ങളിലും കൂടുതൽ ഭക്തജന പങ്കാളിത്തത്തോടെ ആദിത്യപൂജ വിപുലമായി നടത്താനാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ യൂണിറ്റിന്റെ 46-ാം വാർഷിക പൊതുയോഗം നടന്നു. ആലപ്പുഴ ബ്രാഹ്മണ സമൂഹം ഹാളിൽ സംഘടിപ്പിച്ച KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ യൂണിറ്റിന്റെ 46-ാം വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി NS മുല്ലശ്ശേരി നിർവഹിച്ചു. ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ HO ആണെങ്കിലും ഇത് നടപ്പിലാക്കുന്നത് കേരളത്തിലെ പെൻഷൻകാരുടെ സഹകരണത്തോടു കൂടിയാണ്. ഓരോ യൂണിറ്റും
അവർക്ക് അനുവദിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് വന്ന് സമരം ശക്തമായി നടത്തുകയാണ് ചെയ്തിരുന്നത്. ഈ സമരം നടത്തിക്കൊണ്ടു പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ പെൻഷൻകാർക്കിടയിലുണ്ട്. എന്താണ് ആ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട് ഒക്കെ അനുഭവപ്പെടും. കാരണം നമ്മൾ ചെറുപ്പക്കാരല്ലല്ലോ. ചെറുപ്പക്കാരല്ലാത്ത പെൻഷൻകാർ ഇത്രയും ത്യാഗം അനുഭവിച്ച് ഹെഡ് ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം സമരം നടത്തുകയാണ്. ഈ സമരം എന്നെങ്കിലും വിജയിക്കുമെന്നുള്ള പ്രത്യാശയാണ് അവർക്കുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് ബേബി പാറക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KM സിദ്ധാർത്ഥൻ റിപ്പോർട്ടും ട്രഷറർ MB പ്രസന്നൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് A അലിക്കുഞ്ഞ്, ജില്ലാ സെക്രട്ടറി AP ജയപ്രകാശ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം G തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. ദക്ഷിണ കേരളത്തിലെ റൊട്ടേറിയന്മാരുടെ മഹാസംഗമത്തിന് ആലപ്പുഴ വേദിയാകുന്നു. റോട്ടറി ഡിസ്ട്രിക്ട് 3211 വാർഷിക സമ്മേളനമായ ചാകര ഏപ്രിൽ 25, 26 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് 3211 ഈ വർഷത്തെ കോൺഫറൻസ് ചാകര ഏപ്രിൽ 25 രാവിലെ 9:30 പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കും. ആലപ്പുഴ റമദ ഹോട്ടലിൽ നടക്കുന്ന സമ്മേളനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ ഡോക്ടർ ദിവ്യ S അയ്യർ IAS ഉൾപ്പെടെയുള്ള പ്രമുഖർ സംബന്ധിക്കും. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള 5 ജില്ലകളിൽ നിന്നായി 2000-ഓളം പ്രതിനിധികളാണ് ഈ മഹാസംഗമത്തിൽ ഭാഗമാകുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിനിധികളും വിവിധ സേവന പദ്ധതികളുടെ അവലോകനവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് കോൺഫറൻസിൽ 12,000 റൊട്ടേറിയൻസ് ഈ 5 ജില്ലയിൽ നിന്നും അവർ വരും. ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഞങ്ങൾ ചെയ്യുന്ന സേവനത്തിൻ്റെ ഒരു സെലിബ്രേഷനും ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു സെലിബ്രേഷനും. ആൻഡ് വി ബ്രിങ് ഇൻ ഞങ്ങൾ നോട്ടഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സും ഒരു വെറൈറ്റി പ്രോഗ്രാമും ഒരു ബേസിക്കലി ഇറ്റ്സ് എ സെലിബ്രേഷൻ. about 2,000 റൊട്ടേറിയൻസ് വരും. ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ്. ഹിസ് ലോർഡ്ഷിപ്പ് വിൽ ബി ദെയർ. അതുകൂടാതെ ശ്രീമതി ഡോക്ടർ ദിവ്യ അയ്യർ ഗസ്റ്റ് ഓഫ് ഓണറാണ്. പിന്നെ ഉഷി മോഹൻദാസ് മോട്ടിവേഷണൽ സ്പീക്കർ. പിന്നെ യൂട്യൂബേഴ്സായിട്ടുള്ള PMA ഗഫൂറും പിന്നെ VK സുരേഷ് ബാബു മെൻ്റലിസ്റ്റ് ഉണ്ട്. അർജുൻ സതീഷ്. പിന്നെ മെഥിൽ ദേവികയുടെ ഡാൻസ് പ്രോഗ്രാം, ഒരു സ്പെഷ്യലി ക്യൂറേറ്റഡ് ഡാൻസ് പ്രോഗ്രാംസ്, അതും നമ്മളുടെ ഓപ്പോളിൻ്റെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ എസൻസ് എടുത്തിട്ടാണ് ആ ഒരു ഡാൻസ് ക്യൂറേറ്റ് ചെയ്യണത്. ചേർത്തല പള്ളേക്കാട്ട് കുടുംബദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ രീതിയിൽ തുടക്കം കുറിച്ചു. ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് തുടക്കം കുറിച്ചത്. ഡോക്ടർ ശരണ്യ മോൾ ഉണ്ണിക്കുട്ടൻ ചടങ്ങിന്റെ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രതന്ത്രി സുഗതൻ തന്ത്രികൾ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. തുടർന്ന് ആദ്യ നിറപറ സമർപ്പണവും ഭാഗവത സമർപ്പണവും ആചാര്യ വരണവും നടന്നു. തിരുവിഴ പഞ്ചമനാണ് യജ്ഞാചാര്യൻ. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിൽ ഏപ്രിൽ 30 കലശാഭിഷേകവും മെയ് 1 പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സ്വർണ്ണധ്വജ പ്രതിഷ്ഠ നടന്നു. 2 വർഷത്തെ പരിശ്രമം യാഥാർത്ഥ്യമായ സന്തോഷത്തിൽ കരപ്പുറം. ചേർത്തലയിൽ ലോറി മറിഞ്ഞ അപകടം.
മുന്നറിയിപ്പുകളില്ലാതെ സ്ഥാപിച്ചിരുന്ന ഹമ്പാണ് അപകടമുണ്ടാക്കിയതെന്ന് ലോറി ഡ്രൈവർ. അപ്പത്താളമുയർത്തിയ ആദിത്യദേവന്റെ അനുഗ്രഹം തേടി ഭക്തസഹസ്രങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിലെ ആദിത്യ പൂജാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. കാർഷിക മേഖലയ്ക്ക് നിരവധി മാതൃകകൾ കാട്ടിക്കൊടുത്ത പഞ്ചായത്താണ് കഞ്ഞിക്കുഴി എന്ന് മന്ത്രി പി പ്രസാദ്. തരിശുനിലങ്ങൾ കൃഷിയിടങ്ങളാക്കാൻ മാതൃകാ മുന്നേറ്റവുമായി പഞ്ചായത്ത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.